കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരിച്ചവരുടെ എണ്ണം 23ആയി. മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയായ യുവാവും ഉൾപ്പെടുന്നു. ഇരിണാവ് സ്വദേശി സച്ചിനാണ് മരിച്ചത്. 160 പേർക്ക് വിഷബാധയേറ്റതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ജമാൽ ചേരുകയാണ്. ജമാൽ, ഇന്നിപ്പോൾ ഒരു മലയാളിയുടെ പേര് കൂടി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മിയും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു മലയാളിയുടെ പേര് വിവരങ്ങളാണ്. പക്ഷേ 5 മലയാളികൾ കൂടി ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ഈ കുവൈറ്റ് അധികൃതർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. ഏതായാലും ഒരു മലയാളിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ഇരിണാവ് സ്വദേശി സച്ചിനാണ് മരിച്ചത്. ഇയാൾ 3 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ്. ഏതാണ്ട് മാസം മുമ്പാണ് നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയത്. സച്ചിന്റെ മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. കുവൈത്തിൽ ഈ വിഷമദ്യ ദുരന്തത്തിൽ ഏതാണ്ട് 23 പേരാണ് ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 160ഓളം പേർക്ക് വിഷബാധയേറ്റു. ദിലീപ് അൽഷയൂബ് ബ്ലോക്ക് 4 മദ്യമായി കഴിച്ചവരാണ് ഈ ഇത്തരത്തിൽ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നത്. അഹമ്മദ് പർവാനിയ ഗവർണറേറ്റുകളിലുള്ള ആളുകളാണ് ദുരന്തത്തിൽ ഇരയായിരിക്കുന്നത്. പൂർണ്ണമായും മദ്യനിരോധനമുള്ള നാടാണ് കുവൈത്ത്. പക്ഷേ ഇവിടെ വ്യാജ മദ്യം നിർമ്മിച്ചു നിൽക്കുന്ന സംഘങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ അധികൃതർ കർശനമായ റെയ്ഡുകളും പരിശോധനകളും ഒക്കെ നടത്തിയിരുന്നു. 52 നേപ്പാൾ സ്വദേശികളെ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ച പിടികൂടിയിരുന്നു. അധികവും ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ലേബർ ക്യാമ്പുകൾ അധികമുള്ള ഇടങ്ങളിലാണ് ദുരന്തം ഉണ്ടായതും. ഒരേ സ്ഥലത്ത് നിന്ന് മദ്യം സംഘടിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കഴിച്ചവരാണ് പല ദിവസങ്ങളിലായി ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുകയും പിന്നീട് മരിക്കുകയും ചെയ്തത്. ഏതായാലും അധികൃതർ കൃത്യമായ നടപടികൾ എടുക്കുന്നു. പക്ഷേ ഇതിനിടയിൽ 23ആയി ഇപ്പോൾ ഈ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. അതിൽ ഒരു മലയാളിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 10 ഇന്ത്യക്കാർ മരിച്ചതായാണ് സൂചനയുള്ളത്. മരിച്ചവർ അധികവും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. ഷമ്മി, ജമാൽ, ഈ മദ്യം ആരാണ് നിർമ്മിക്കുന്നത്? ഇതൊരു വലിയ സംഘമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ ഒരു വലിയ വരുമാന മാർഗമാണ്. ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ തന്നെയാണ് ഈ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കുവൈറ്റ് മദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജമാലാണ് വിവരങ്ങൾ നൽകിയത്.